ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാലുക്കുട്ടന് സ്കൂൾക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊണ്ടുപോകണം. ബാലുക്കുട്ടന് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് ബാലുക്കുട്ടൻ്റെ ചെറിയമ്മയാണ്. സ്കൂൾക്ക് പോകണതിൻ്റെ കുറച്ച് മുമ്പാണ് ഈ പരിപാടി തുടങ്ങിയത്. ചാർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചാർട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ സ്കൂളിൽ പോയി. അല്ലും ബാലൊക്കെ സ്കൂളിൽ പോയി. രാത്രി കുറച്ച് ഉലുവ വെള്ളത്തിലിട്ടിരുന്നു തലേ തേക്കാൻ വേണ്ടിയിട്ട്. ഉലുവ നമ്മളെ മുടിക്ക് നല്ലതാണ്. താരം പോവാനും മുടി വളരാനും ഒക്കെ നല്ലതാണ്. അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ നേരെ ചായ കുടിക്കാനിരുന്നു. ചപ്പാത്തിയും കടലക്കറിയായിരുന്നു ചായക്ക്. പിന്നെ അമ്മ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറൊക്കെ വെച്ചിരുന്നു. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ നേരെ ഞാനും അച്ഛനും കുട്ടികളെ ഡോക്ടറെ കാട്ടാൻ വേണ്ടിയിട്ട് പോയി. അവർക്ക് 2 പേർക്കും പനിയായിരുന്നു. ഡോക്ടറെയൊക്കെ കാട്ടി ഞങ്ങൾ നേരെ മമ്പാട്ടേക്ക് പോന്നു. അംഗൻവാടിയിൽ ക്രിസ്മസ് പരിപാടി നടത്തുന്നുണ്ട്. അപ്പോൾ അവർക്ക് 2 കൂട്ടം ഡ്രസ്സ് വേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ മമ്പാട്ടേക്ക് പോന്നു. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ. JRSലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 ടീഷർട്ടാണ് എടുത്തത്. അവർക്ക് 2 പേർക്കും റെഡ് കളറ് മിഡി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവർക്ക് 2 ടീഷർട്ട് എടുത്തു. അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി. ചോറൊക്കെ തിന്നു. മത്തൻ്റെ ഇലക്കറി, മീൻ വറുത്തത്, കായ ഉപ്പേരി അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ലച്ചുമോൾ അംഗൻവാടിയൊക്കെ വിട്ട് വരുന്നുണ്ട്. ലച്ചുമോളെ ഫ്രണ്ടാണ് കേട്ടോ ആദി. അപ്പോൾ അവർ രണ്ടാളും അംഗൻവാടിയൊക്കെ വിട്ട് വന്നു. പിന്നെ അവരൊക്കെ കളിക്കാൻ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഷോക്കേസിലുള്ളതൊക്കെ വലിച്ചിട്ട് ഇട്ടിരുന്നു. അതൊക്കെ മടക്കി വെച്ച് പിന്നെ നേരെ അടുക്കളയ്ക്ക് കയറി. വൈകുന്നേരത്തെ ഉള്ള ചോറും കറിയും ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരെ അടുക്കളയിൽ കയറി. ഞങ്ങളൊന്നിച്ചൊന്നും ചോറ് വയ്ക്കലില്ല. രാവിലെ ഉണ്ടാക്കും, വൈകുന്നേരം ഉണ്ടാക്കും. വൈകുന്നേരത്തെ ചായക്കടി പിന്നെ നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് ചായക്ക് കുറച്ച് കായ നന്നാക്കിയിട്ടുണ്ടായിരുന്നു. കായ വട്ടത്തിലരിഞ്ഞ് ഉപ്പേരിയാക്കി വെക്കും. അങ്ങനെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നന്നായിട്ട് കഴിക്കും. കായ വട്ടത്തിലരിഞ്ഞ് ഉപ്പും മുളകും ഇട്ട് വേവിച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ട് വറുത്തിടും. ചായയും കടിയും ചോറൊക്കെ ഉണ്ടാക്കി നേരെ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിട്ടോ. മുറ്റത്ത് ആടുകൾ വരുന്നുണ്ടോ നോക്കാമല്ലോ വിചാരിച്ച് നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. റോട്ടിലേക്ക് ഇറങ്ങി നേരെ നോക്കിയത് നമ്മളെ മക്കളെ കേട്ടോ. മക്കളെല്ലാവരും വൈകുന്നേരം സമയമായ എല്ലാവരും റോട്ടിലുണ്ടാവും. പന്ത് കളിക്കാനും ഓടിക്കളിക്കാനും ഒക്കെ മക്കളെല്ലാവരും റോട്ടിലുണ്ടാവും. ഇത് പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലാണ്. ഇവിടെ നല്ല തിരക്കുണ്ടാവലുണ്ട് കേട്ടോ. ദൂരത്ത് നിന്നൊക്കെ ആൾക്കാർ വരലുണ്ട്. അങ്ങനെ റോട്ടിലേക്ക് നോക്കി നിന്നപ്പോൾ ഇത് ആടുകളൊക്കെ വന്നു. മക്കളൊക്കെ പിന്നാലെ കൂടുന്നുണ്ട് കേട്ടോ. ആടും കുട്ടികളും അമ്മേനെ നോക്കി നിൽക്കുന്ന ഒരാളുണ്ട് കേട്ടോ അവിടെ. അമ്മ വരുന്നതും നോക്കി നിൽക്കുകയാണ്. എല്ലാ ആടും കുട്ടികൾ പോയാൽ ഈ ഒരു ആടും കുട്ടികൾ മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ പിന്നെ ഈ ആടും കുട്ടീനെ പിന്നാലെ തന്നെയാവും. ഇതൊക്കെ വീട്ടിലത്തെ കുറച്ച് ചെടികളാണ്. കണ്ണാടിച്ചെടി, പോപ്പിച്ചെടി, അങ്ങനെ ഒരുപാട് ചെടികളുണ്ട്. ചെടിയൊക്കെ കുഴിക്കൽ അച്ചുവാണ്. അച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ കുഴിക്കണത്. എവിടെ കണ്ടാലും അച്ചു ചെടി കൊണ്ടുവരും. ഒരുപാടുണ്ടായിരുന്നു. കുറേ കേടുന്ന് പോയി. പോപ്പിച്ചെടിയൊക്കെ പല കളറും ഉണ്ടായിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോൾ ഏട്ടൻ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. അതൊക്കെ മാറ്റിയെടുത്ത് വെച്ചു. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കണ്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.